ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കാണേണ്ട ഒരു നാടൻ പൂവൻകോഴിയെ കിട്ടിയിട്ടുണ്ട്. ഇവനെ നമുക്കിന്ന് കറി വെക്കാം. ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചാണ് നമ്മൾ ഇയാളെ ശരിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഞങ്ങൾ കോഴിയൊക്കെ റെഡിയാക്കിയതാണ്. ഞങ്ങൾ റബ്ബറിനകത്ത് കൂടി ഇങ്ങനെ നടന്ന് പെരപ്പാറ എന്ന സ്ഥലത്ത് പോവുകയാണ്. എല്ലാം വെക്കാനുള്ള സാധനങ്ങളും നല്ല മഴയുമാണ്. വെക്കാനുള്ള സാധനങ്ങളെല്ലാം ദാണ്ട് എല്ലാവരും ഓരോന്നും എടുത്തുകൊണ്ടാണ് വരുന്നത്. വിറവ് വെച്ചിട്ട് നമ്മൾ ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ മഴയായതുകൊണ്ട് നമുക്ക് വിറവ് നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ദാണ്ട് ഗ്യാസ് ഊറ്റിയൊക്കെ ചുമന്നുകൊണ്ടാണ് വരുന്നത്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നടന്ന് പോവുകയാണ്. ഇനി നമുക്ക് അങ്ങ് ചെന്നിട്ട് കാണാം. ഈ കാണുന്നതാണ് പെരപ്പാറ. മഴയൊക്കെ ആണെങ്കിലും ഞങ്ങൾ നനഞ്ഞു കുളിച്ചാണ് ഇവിടെ വന്നതെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ നനയത്തൊന്നുമില്ല. നല്ല രീതിയിൽ നമുക്ക് ഇവിടെ വെച്ച് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഫുൾ കവറാണുണ്ടോ, പ്രകൃതി രമണീയമായ സ്ഥലം കണ്ടോ. ഒരു തുള്ളി വെള്ളം പോലും വീണിട്ടില്ല, മൊത്തം ഉണങ്ങി കിടക്കുകയാണ്. ഇവിടെ ഉറങ്ങാം ഇല്ലയോ? അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. ആന്ന് എല്ലാരും കുഴപ്പം കേട്ടോ, എല്ലാരും ചുമന്നുകൊണ്ട് ക്ഷീണിച്ചിരിക്കും. അപ്പം മല കയറി വന്നതിന്റെ ക്ഷീണം എല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഇത് ഗ്യാസൊക്കെ കത്തിച്ചു. പക്ഷെ എന്ത് പറയാം, ഇവിടെ വന്നപ്പോഴത്തേ ആ ഗ്യാസിന്റെ പിന്നെല്ലാം കണ്ടോ, അത് കണ്ടില്ലേ, അത് പാടുപെട്ടാ അത് കത്തിച്ചെടുത്തത്. അതെല്ലാം വന്ന വഴിക്ക് കാട്ടിലവിടെ ഊരിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത്, സാധാരണ ഞാൻ കറിയെല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കടുക് താളിച്ചൊഴിക്കുന്നത്. ഇന്ന് നേരെ തിരിച്ചങ്ങ് ചെയ്തു. അപ്പോൾ കണ്ട നല്ല മഴ തോന്നുന്ന നിൽക്കുന്ന ആ ഒരു സമയമാണ്. എല്ലാവരും അഞ്ചുമലപ്പാറ വരെ വരും. കുറച്ച് പേര് ഈ പാറയിലോട്ട് അധികം ആളുകൾ ഇങ്ങോട്ട് വരാറില്ല. കാരണം അധികം ആളുകൾക്ക് വെളിയിലുള്ള ആർക്കും ഈ ഒരു പാറയെക്കുറിച്ച് അധികം അറിയത്തില്ല. നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെയുള്ളവർ മാത്രമേ ഇവിടെ വരാറുള്ളൂ. വന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്യാറുമുണ്ട്. അപ്പോൾ അതാണ് കടുവൊക്കെ വറുത്ത് അതിലോട്ട് ഞാൻ സവാളയായിരുന്നു അരിഞ്ഞുകൊണ്ട് പോയത്, അതങ്ങിട്ട് കൊടുത്തു. അതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. എല്ലാവരും നനഞ്ഞു കുളിച്ച് ഒക്കെ ഇരിക്കുക. 19 പേർക്ക് നനയാതിരിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അത് എനിക്കിതിനെ ഞാനും സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കേട്ടിട്ടുണ്ട്. ഞാനും എന്നെ ഇവിടെ കൊണ്ടുവന്നതാണെന്നല്ലോ. അപ്പൊ എനിക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഞാൻ ഒന്ന് പെട്ടെന്ന് വണ്ടി കിട്ടാൻ വേണ്ടിട്ട് ഉപ്പിട്ട് കൊടുത്തു. പക്ഷെ ഇത് അഞ്ചോലപ്പാറയിൽ കാണാൻ പറ്റും. കാരണം പിന്നെ ഈ റബ്ബറൊക്കെ നിൽക്കുന്നുണ്ട്. അഞ്ചോലപ്പാറയിൽ കാണാത്ത അഞ്ചോലപ്പാറയും ഇതും തമ്മിൽ ഒരു 10-400 മീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ആർക്കും അറിയത്തില്ല. അപ്പൊ എനിക്കും അറിയത്തില്ല. ഞാനും ഈ അഞ്ചുമലപ്പാറ ഇപ്പൊ ഈ ഇടയ്ക്കാ കയറിയത്. അപ്പൊ ഈ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരിതുപോലെ കൃഷിയൊക്കെ ചെയ്തിട്ട് ഇവിടാണ് വെക്കുന്നതെന്നും. അപ്പൊ ഞാൻ ഓൾറെഡി വിചാരിച്ചിട്ടുണ്ട് ചുമ്മാ തള്ളി വിടുക, പിന്നെ പാറ നനയത്തൊന്നുമില്ല, അതെങ്ങനെയാന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നേരിട്ട് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പൊ ഇവിടെ വന്ന് ഇത്രയും ദൂരം നടന്ന് ഇവിടെ വന്ന് ഉള്ളിയും ഇട്ട് അത് ഉപ്പും ഇട്ട് വഴറ്റാനായിട്ട് വെച്ചപ്പോഴാണ് അറിഞ്ഞത് തവി എടുത്ത് വീട്ടിൽ വെച്ചിട്ടുണ്ട്, കൊണ്ടുവന്നില്ലെന്ന്. അപ്പൊ പിന്നെ അത് ഇളക്കാൻ അത് പോണമെങ്കിൽ റിസ്കാ. ആദ്യം ഞാൻ വിചാരിച്ച് കൈ കൊണ്ടുവന്ന് ഇരുമ്പ് വെച്ചിട്ടൊന്ന് ഇളക്കാതൊക്കെ വെച്ചു. അന്നേരം എന്തുവായാലും നമ്മുടെ മുതലാളി അവിടെ ചീനി ഇളക്കാൻ തുടുപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ തുടുപ്പ് പിന്നെ വെച്ചിട്ട് ഇരുമ്പ് വെച്ചിട്ട് അയാളെ അത് തവി പോലെ ആക്കി തന്നു. അതുണ്ടോ, ആ ഒരു തവിയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ ഇനി തുടുപ്പ് പണ്ടലാക്കിയാനുള്ള വഴക്ക് കിട്ടും. അത് കുഴപ്പമില്ല, നല്ലൊരു തുടുപ്പായിരുന്നു. അമ്മ ഈ സാധാരണ എല്ലാവരും മടൽ വെച്ചിട്ടുണ്ടാക്കുന്ന തുടുപ്പാണ് ഇത്. പക്ഷെ പനയുടെ എങ്ങാണ്ടായിരുന്നു. അമ്മ പനയുടെ കമ്പം കണ്ട് വെച്ചിട്ട് എടുത്ത് വെച്ചിരുന്നതാ. അതെന്തോലും നശിപ്പിച്ചിട്ടുണ്ട്. അത് വെച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടിയല്ല ഇട്ട് കൊടുത്തേക്കുന്നത്. നമ്മൾ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുരുമുളക് പൊടി നമുക്കില്ല, തീർന്നത് കൊണ്ട് പച്ചക്കുരുമുളക് കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് അരച്ച് ചേർത്തേക്കുക. എന്നിട്ട് അതിട്ട് കൊടുത്തു. അതും ഒന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഒരു 19 പേർക്ക് മഴയൊക്കെ നനയാതിരിക്കാൻ പറ്റുന്ന
അത്രയും കാരണം വീഡിയോ കാണുമ്പോൾ നമുക്ക് അത്രയും കാണാൻ പറ്റത്തില്ലെങ്കിലും പക്ഷെ ഭയങ്കര സെറ്റപ്പാണ്. എല്ലായിടവും നനഞ്ഞു കിടക്കും. പക്ഷെ നമ്മളിരിക്കുന്ന ആ ഭാഗം മാത്രം നനഞ്ഞിട്ടുമില്ല ഒന്നുമില്ല. പക്ഷെ ഇതിന് മുമ്പിട്ട് ആരോ ഇവിടെ വന്ന് തീയൊക്കെ കൂട്ടിയിട്ടുണ്ടെന്ന്, അതിൻ്റെ വിറവൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വഴറ്റി എടുത്തു. അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തു, കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി അങ്ങ് ചേർത്ത് കൊടുത്തു. കാരണം ഒരു കോഴിയെ കാണിച്ചിട്ടുള്ളെങ്കിലും നമുക്ക് എത്ര കോഴി ഉണ്ടായിരുന്നു? 3 കോഴി ഉണ്ടായിരുന്നില്ലേ? ഒരു പൂവനും 2 പെടയും. ആ പൂവൻ കോഴിയെ മാത്രമേ നമ്മൾ വീഡിയോയിൽ കാണിച്ചുള്ളൂ. രണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, അതിനോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നതും വരെ മസാലയും കൂടെ ഇട്ടു. സാധാരണ മഴ പെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും വെള്ളം വീഴുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി ആ പുഴയുടെ പച്ചമണം ഒന്ന് മാറി വരണം. ഇത് ചുറ്റും റബ്ബറാണ്. പക്ഷെ രാവിലെ 4 മണിക്കൊക്കെ വന്ന് റബ്ബർ വെട്ടുന്നവരെ സമ്മതിച്ചു കൊടുക്കണം. അത്രയ്ക്ക് കാട് തന്നെയല്ല, പന്നിയൊക്കെ ഇല്ലയോ, പന്നിയുണ്ട്, സമ്മതിച്ചു കൊടുക്കണം. ഞാനുണ്ടോ കുരങ്ങ് കയറി പോകുന്നു. ഇയാളുടെ പേര് അനന്തു. ഞാണ്ട് കയറി അല്ലത് സൈഡിൽ ഇരിക്കുമായിരുന്നു. ഇതിലേക്ക് നമ്മുടെ മസാലക്കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചിക്കൻ, നല്ല നാടൻ ചിക്കൻ ഇട്ട് കൊടുത്ത്. ഇല്ല, നമ്മുടെ മുതലാളിയുടെ കോഴിയാ, അഭിലാഷിന്റെ. അവർ വീട്ടിൽ വളർത്തിയ കോഴിയാണ്ട് അവിടെ ഉപയോഗിക്കത്തില്ല. അപ്പൊ അഭിലാഷ് അതിനെ ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ പിന്നെ എന്നാ വിചാരിച്ചെന്നാ പിന്നെ പാറയിലൊക്കെ കോഴി അങ്ങ് വെക്കാന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ നമ്മളെല്ലാം ചേർത്ത് പിന്നെ ഉള്ളി വഴറ്റിയപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കുറച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പോരാ, നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ഒക്കെ ഇട്ട് വേവാനായിട്ട് വെച്ചു. പിന്നെ നമ്മളിവിടെ എല്ലാം കണ്ടു. പക്ഷെ നിർഭാഗ്യവശാൽ പറയട്ടെ, ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഗ്യാസ് അത്രയും ചുവന്ന് ഇവിടെ കുത്തിയെടുത്തോണ്ട് വന്ന് ഗ്യാസ് തീർന്നു. അപ്പൊ നോക്കുമ്പോൾ മഴ കാരണം അപ്പുറത്തെ വെളിയിലൊന്നും വിറവ് കുറക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ആരോ തീ കൂട്ടിയ കുഞ്ഞു കുഞ്ഞു ചുള്ളി കമ്പുകളൊക്കെ പറക്കി നമ്മൾ അവിടുന്ന് 2 പാറക്കല്ലൊക്കെ പിടിച്ച് തിരിച്ചത് എടുത്തോണ്ട് പകുതി വെന്ത ചിക്കനും കൊണ്ട് വരാൻ പറ്റത്തില്ലല്ലോ, പറക്കി വെച്ച് നമ്മൾ തീയൊക്കെ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അടുപ്പ് കൂട്ടി തോറ്റ് പിന്മാറിയില്ല. നമ്മൾ ചിക്കൻ വെച്ചു. ചീനി പിന്നെ വീട്ടിൽ നിന്ന് വേവിച്ച് ഇളക്കി കുഴച്ചില്ലായിരുന്നു. അവിടെ ചെന്നിട്ടാണ് നമ്മൾ കുഴച്ചത്. വേവിച്ച് അരപ്പൊക്കെ ചേർത്ത് അടച്ചോണ്ട് അങ്ങ് ചുമന്നോണ്ട് പോയത്. ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ ഇത്രയൊക്കെ പോയി ഇങ്ങനെ എടുക്കത്ത് വിളമ്പി കഴിക്കുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് മാത്രമല്ല, എല്ലാവരും കൂടെ ആകുമ്പോ ആ ഒരു പ്രത്യേക വൈബാ. അപ്പൊ അങ്ങനെ ഞങ്ങൾ കണ്ടോ, ഞങ്ങളുടെ അടിപൊളി ചിക്കൻ കറിയും നല്ല അടിപൊളി ചീനി വേവിച്ചതും. ചീനി എന്ന് പറഞ്ഞാൽ നമ്മൾ കാന്താരിമുളകും തേങ്ങായും പിന്നെ ഇഞ്ചിയല്ല, മുതലാളി സമ്മതിച്ച് കൊച്ചുമോ അതിനകത്തുനിന്ന് അറ്റാച്ചി മോളും കൂടെ എടുത്തോണ്ടിരിക്കുവോ. അപ്പൊ അഞ്ചോലപ്പാറ വരുന്നവര് എന്തായാലും ഈ പാറയിലും കൂടെ വരുവാണെങ്കിൽ വളരെ നല്ല രസമായിരിക്കും കാണാൻ. കാരണം എല്ലാവരും അഞ്ചോലപ്പാറ കണ്ടിട്ട് പോവാണ്. ഇതിന്റെ പേര് പെരപ്പാറ. ഇത് മാത്രമല്ല, കറ്റപ്പാറ എന്ന് പറയുന്നതിന്റെ തൊട്ടപ്പുറത്ത് വേറെ പാറയും കൂടെ ഉണ്ട്. അത് ഇവിടുത്തെ സമീപവാസികൾക്ക് മാത്രമേ ഇതിനെ കുറിച്ച് അറിയത്തുള്ളൂ. വെളിയിൽ നിന്ന് വരുന്ന അറിയത്തില്ല. അവര് അഞ്ചുമലപ്പാറയാണ് ഇപ്പൊ ഫേമസ് ആയത്. അവിടെ വന്നിട്ട് അങ്ങ് പോകും. പക്ഷെ അവിടുന്ന് കുറച്ചേ ഉള്ളൂ ഇങ്ങോട്ട് വന്നാൽ ഇതുപോലെ അവിടെ വന്നിരിക്കും, നനയത്തുന്ന നല്ല രസമാണ്. അപ്പം ഞാനത് കഴിച്ചു നോക്കി, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇനിയും ഇതേപോലെയുള്ള 1-2 വീഡിയോ ഇവിടെ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. മഴയൊക്കെ മാറി